ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും നമുക്ക് പുതിയ സാരി മതി. സത്യം പറഞ്ഞ ഈ സ്ത്രീകൾക്കാരോ സാരിയിൽ കൈവിഷം കൊടുത്തെന്ന് തോന്നുന്നു. സാരി എന്ന് പറഞ്ഞ ഭ്രാന്ത. അതെന്താന്നറിയോ, ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ട് കാണുന്നത് സാരിയിലാണെന്ന് പെമ്പിള്ളേർക്ക് നല്ലതുപോലെ അറിയാം. ഓ, മറ്റേത് ആഘോഷത്തിലും കാഷ്വൽ ഡ്രസ്സ് ധരിക്കുന്ന എല്ലാ പെൺകുട്ടികളും കല്യാണ ഫംഗ്ഷനുകൾക്ക് സാരി ഉടുത്ത് മുല്ലപ്പൂവും തലയിൽ ചൂടിയെത്തുന്നത് എന്തുകൊണ്ടാന്നറിയോ? അവർക്കറിയാം, സാരി ഉടുത്ത പെൺകുട്ടികളെയാണ് ആൺകുട്ടികളെ എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന്. ഓ, അതൊക്കെ തനിക്കറിയാല്ലേ? എനിക്ക് മാത്രല്ല, എല്ലാ പെൺകുട്ടികൾക്കും അതറിയാം. പിന്നെ വൃന്ദാവനത്തിൽ നിന്ന് എല്ലാരും രാവിലെ തന്നെ എത്തില്ലേ? ആ, അവര് രാവിലെ തന്നെ എത്തും. അല്ല, നാളെ എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാൻ? അങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല, ചെറിയ ചില ആഘോഷങ്ങള് അല്ലേ? ഹലോ, കിട്ടിയോ? അത് പോരാ, താമരപ്പൂ തന്നെ വേണം. എണ്ണമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രാവിലെ തന്നെ എത്തിക്കണേ. ആ ശരി, ഓക്കെ. എന്തിനാ താമരപ്പൂവ്? അതൊക്കെ ഉണ്ട്. ഞങ്ങള് ചില സസ്പെൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ശരി, അപ്പൊ ആഘോഷം അങ്ങ് തകർത്ത് പൊടിക്കാനാ പരിപാടി. ആകാശത്തോളം ഉയരത്തി ചെല്ലട്ടെ ഇവരുടെ സന്തോഷം. അവിടെ നിന്ന് താഴെ വീണ് പൊട്ടുമ്പോ അത് അതിനേക്കാൾ വലിയ കരച്ചിലായി മാറും. ഈ രാത്രി തന്നെ അത് സംഭവിക്കുമെന്ന് ഈ പാവങ്ങൾക്കറിയില്ലല്ലോ. അതെ, നിങ്ങളോട് രണ്ടുപേരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇടയിൽ നിന്നും അച്ഛൻ ഇപ്പൊ സമ്മതിച്ചുകൊണ്ട് മാത്രം നമ്മളിപ്പോ ഈ ചടങ്ങ് നടത്തുന്നത്. ആഘോഷിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതുകൊണ്ട് അച്ഛനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അച്ഛൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ മധുവും കൂട്ടരും വന്നു കയറി ഉണ്ടാക്കിയ ബഹളത്തിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ അങ്ങ് മാറി. ഇടവും സന്തോഷത്തോടു കൂടി തന്നെയാ അച്ഛൻ ചടങ്ങ് നടത്താൻ സമ്മതിച്ചത്. പിന്നെ ഞാൻ ചില സുഹൃത്തുക്കളെ കൂടി വിളിച്ചിട്ടുണ്ട്. എന്റെ ചില സുഹൃത്തുക്കളും വരുന്നുണ്ട്. അതാരാ തന്റെ സുഹൃത്തുക്കള്? അത് സസ്പെൻസ്. ഓ, നിങ്ങൾ നാളെ എനിക്ക് വേണ്ടി ഒരു സസ്പെൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, അപ്പൊ തിരിച്ച് ഞാനും എന്തെങ്കിലും ഒരു സസ്പെൻസ് തരണ്ടേ? അതാണ് ഈ സസ്പെൻസ്. എന്നാ പിന്നെ നിങ്ങൾ ചെല്ല്, എനിക്ക് ഒരുക്കങ്ങളെ ചില കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. സച്ചേട്ടാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട, രാവിലെ എഴുന്നേക്കണ്ടല്ലേ? വാ, മുറിയിലേക്ക് വാ. അത് കൊള്ളാം, എല്ലാവരും സസ്പെൻസ് ഒളിപ്പിച്ചിരിക്കുക. എന്തൊക്കെയാണോ എന്തോ. പക്ഷെ എന്റെ കയ്യിലുള്ള സസ്പെൻസിനെ കുറിച്ച് ഇവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതൊരു ഒന്നൊന്നര സസ്പെൻസ് ആയിരിക്കും. അത് താങ്ങാൻ ഇവിടെയുള്ളവർക്ക് ശക്തി കൊടുക്കണേ എന്നാ എന്റെ പ്രാർത്ഥന.